ബലേനോയ്ക്ക് എനിക്ക് ഏറ്റവും ടോപ്പ് നിൽക്കുന്നത് 30 കിലോമീറ്റർ മൈലേജ്. ലോ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് 7 വർഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാവുന്ന 7 വർഷം വരെ ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്തായിട്ട് നമുക്ക് എല്ലാ വണ്ടികളുടെയും ഓൺ റോഡ് പ്രൈസ് എത്ര നോക്കാം അല്ലെ? എക്സ് ഷോറൂം നോക്കിയിട്ട് വലിയ കാര്യം. അപ്പൊ MX ചേട്ടാ, നമ്മൾ പിന്നെയും വണ്ടികളുടെ ഓഫേഴ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിനു മുന്നേ മന്ത് ഓഫർ ചെയ്തു, പിന്നെ എന്തൊക്കെ ഓഫർ ചെയ്തു, ഇപ്പൊ ഇതാണ്ട് അങ്ങനെ നമ്മൾ മൺസൂൺ ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഗ്രാൻഡ് വിറ്റാര ഉണ്ട്, ബലേനോ ഉണ്ട്, ഫ്രോൺസ് ഉണ്ട്, വേറെ വണ്ടികൾക്ക് ഓഫർ ഉണ്ട്. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി എടുത്ത ഈ 3 വണ്ടിയാണെന്നേ ഉള്ളൂ. അപ്പൊ പുതുതായിട്ട് നമ്മൾ വീഡിയോ കാണിക്കുന്നത് എന്തായാലും ഗ്രാൻഡ് വിറ്റാര ആയതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം അല്ലേ? അതല്ലേ ബെറ്റർ. സോ എന്തായാലും നമുക്ക് തുടങ്ങാൻ ചേട്ടാ, പറഞ്ഞു. ഇത് നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയുടെ ആൽഫ പ്ലസ് എന്ന് പറഞ്ഞ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഇത് നമ്മുടെ ഫുള്ളി ഹൈബ്രിഡ് ആയിട്ടുള്ള എഞ്ചിനാണ് ഇതിനകത്ത്. മൈൽഡ് അല്ല, ഫുള്ളി, അതായത് ഇലക്ട്രിക് ആയിട്ട് ഓടും. അതെ, ഇതിനകത്ത് മോട്ടർ, ഇത് യൂസ് ചെയ്യുന്ന ഒരു മോട്ടറും ഉണ്ട്, ഒരു എഞ്ചിൻ പാർട്സും വരുന്നുണ്ട്. അപ്പോൾ എഞ്ചിനിലും ഓടും, മോട്ടറിലും ഓടും. നമുക്ക് പക്ഷേ ഈ ഇലക്ട്രിക് വണ്ടി പോലെ എക്സ്റ്റേണൽ പ്ലഗിൻസിന്റെ ആവശ്യം വരുന്നില്ല ഇതിനകത്ത്. നമ്മൾ ബ്രേക്ക് റീജനറേഷൻ വഴിയാണ് റീചാർജ് ചെയ്യുന്നത്. അതെ, ഇതിനകത്ത് നമുക്ക് ഏകദേശം അത്യാവശ്യം നല്ല മൈലേജ് വരുന്നുണ്ട്. കമ്പനി പറയുന്നത് 28 ആ റേഞ്ചാണ് മൈലേജ് വരുന്നത്. അതെ, 28 അടുത്ത് മൈലേജ് പറയുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഞങ്ങളിവിടെ ഒരു ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിരുന്നു മൈലേജിന്റെ ഇതിനകത്ത്. നമുക്ക് ഒരു 4 ലിറ്റർ ഫ്യൂവലിനകത്ത് നമുക്ക് 100 കിലോമീറ്റർ അടുത്ത് മൈലേജ് ഓടാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എടുത്തവരെ എന്നാലും സാറ്റിസ്ഫൈഡ് ആണല്ലേ? എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ ആണെങ്കിൽ യൂസർ റിവ്യൂ കണ്ടതിലും എല്ലാവരും മൈലേജ് സൈഡിൽ ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ്സ് പറയുന്ന ഒരു വണ്ടിയാണ് ഗ്രാൻഡ് വിറ്റാര. അപ്പൊ എന്തായാലും നമുക്ക് അറിയേണ്ടത് ഓഫറുകൾ. അതെ, നമുക്കിപ്പോ ഈ മാസം കൺസ്യൂമർ ഓഫർ വന്നിട്ടുണ്ട്, കോർപ്പറേറ്റ് എക്സ്ചേഞ്ച് ബോണസ് ഇതെല്ലാം വന്നിട്ടുണ്ട്. കൺസ്യൂമർ ഓഫർ വരുന്നത് നമുക്ക് ഇതിനകത്ത് 20,000 രൂപ കൺസ്യൂമർ ഓഫർ ഫ്ലാറ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ എക്സ്ചേഞ്ച് ഉള്ളവർക്ക് 50,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട്. ഏത് ബ്രാൻഡിന്റെ ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്. അത് 4 വീലർ ആവണമെന്ന് മാത്രമേ ഉള്ളൂ, ടാക്സി ആയിരിക്കരുത്. പ്രൈവറ്റ് വണ്ടി, ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് ഏത് ഇയറിലെ വണ്ടി വേണമെങ്കിലും എക്സ്ചേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തത് വരുന്നത് നമുക്ക് 5 വർഷത്തെ വാറണ്ടി ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ വണ്ടി വരുന്നത് 2 വർഷം 40,000 കിലോമീറ്റർ ആണ്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് 5 വർഷം 1,00,000 കിലോമീറ്റർ വരെ നമുക്ക് വാറണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ വണ്ടിയിൽ എന്ത് കംപ്ലൈൻറ്റ് വന്നാലും, മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് വന്നാലും ഫ്രീ ഓഫ് കോസ്റ്റിൽ അതിൻ്റെ പാർട്സിൻ്റെ വാല്യൂ, അതിൻ്റെ ലേബർ കോസ്റ്റ്, അതേക്കൂട്ട് തന്നെ നമ്മുടെ ഇപ്പോൾ GST, ഇപ്പോൾ എന്തെങ്കിലും പാർട്സുകൾ നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണെങ്കിൽ അതിൻ്റെ GST വാല്യൂ എല്ലാം നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ മാറി കിട്ടും. ഓക്കെ, അതാണ് നിലവിൽ ഇതിൻ്റെ ഓഫർ വന്നേക്കുന്നത്. ഇത് കൂടാതെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന സ്പെസിഫൈ ചെയ്തുള്ള ആൾക്കാർക്ക്, വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രം, അതെ, വരുന്നവർക്ക് മാത്രം ഫ്യൂവൽ കൂപ്പൺ വരുന്നുണ്ട്, ഗിഫ്റ്റ് ബോക്സ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അഡീഷണൽ എസെൻഷ്യൽ ആക്സസറീസും കൂടി നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കൺസ്യൂമർ ഓഫർ പറഞ്ഞു, എക്സ്ചേഞ്ച് ഓഫർ പറഞ്ഞു, ഇനി നമുക്ക് കോർപ്പറേറ്റ് ഓഫറും കൂടെ വരുന്നുണ്ടല്ലോ. അതെ, കോർപ്പറേറ്റ് ഓഫർ നമുക്ക് 3,200 വരെ നമുക്ക് കോർപ്പറേറ്റ് ഓഫർ ഇപ്പോൾ ഇതിന് അവൈലബിൾ ആണ്. അതായത് ടോട്ടൽ ഓഫർ നമുക്കിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 73,100 രൂപ വരെ ക്യാഷ് ഡിസ്കൗണ്ട്, അതായത് കൺസ്യൂമർ, എക്സ്ചേഞ്ച് ബോണസ്, അതേപോലെ തന്നെ കോർപ്പറേറ്റ് ഓഫർ കൂടി കൂട്ടി 73,100 രൂപ ക്യാഷ് ബെനിഫിറ്റ് കിട്ടും. അത് കൂടാതെ എസെൻഷ്യൽ ആക്സസറീസും ഈ പറഞ്ഞ മാതിരി ഗിഫ്റ്റ് ബോക്സും ഫ്യൂവൽ കൂപ്പണും നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന. ഈ വാറണ്ടി ഓഫർ നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയുടെ മെയിൻ ആയിട്ട് വരുന്നതാണോ അതോ നമ്മുടെ എല്ലാ ഇതിനാണ് വരുന്നത്? ഗ്രാൻഡ് വിറ്റാരയ്ക്കാണ് വരുന്നത് 5 വർഷത്തെ വാറണ്ടി. അതിന് വേറെ സെപ്പറേറ്റ് ഓഫർ ഉണ്ടാകും, നമുക്ക് വീഡിയോയുടെ ബാക്കി ഭാഗങ്ങൾ കാണാം. അപ്പൊ അടുത്തായിട്ട് നമുക്ക് നോക്കാം, ഫ്രോൺസ് നോക്കാം അല്ലേ? അപ്പൊ നമ്മുടെ ഫ്രോൺസിന്റെ കൺസ്യൂമർ ഓഫർ തുടങ്ങാം അല്ലേ? ഈ ഫ്രോൺസ് വന്നിരിക്കുന്നത് നമുക്ക് 1 ലിറ്റർ ടർബോയിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. നമുക്കൊരു അടിപൊളി ഡ്രൈവ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. 1 ലിറ്റർ ടർബോയിലാണ് വരുന്നത്. ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ ആണ് ഇതിനകത്ത് വരുന്നത്, പെട്രോൾ ബൂസ്റ്റർ ജെറ്റ് ആണ് വരുന്നത്. ഇത് ആൽഫ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വരുന്നത്. ഈ കിടക്കുന്ന എല്ലാം നമ്മുടെ ടോപ്പ് എൻഡ് ആണ് വരുന്നത്. ഈ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ 1 ലിറ്റർ ടർബോയ്ക്ക് നമുക്ക് വരുന്ന ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15,000 രൂപയുടെ കൺസ്യൂമർ ഓഫർ നമുക്ക് ഇതിൻ്റെ കൂടെ ഉണ്ട്. അത് കൂടാതെ ഈ ഫ്രോൺസ് എടുക്കുന്നവർക്ക് വെലോസിറ്റി എഡിഷൻ കിറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ എക്സ്ചേഞ്ച് ഉള്ളവർക്ക് ഈ പറഞ്ഞ മാതിരി 4 വീലർ ആയിരിക്കണം, പ്രൈവറ്റ് വണ്ടി ആയിരിക്കണം മാത്രമേ ഉള്ളൂ, ഏത് മാനുഫാക്ചറിന്റെ വേണമെങ്കിലും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് 20,000 രൂപ എക്സ്ചേഞ്ച് ബോണസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. എക്സ്ചേഞ്ച് ബോണസ് കൂടാതെ നമുക്ക് കോർപ്പറേറ്റ്, അത് സ്പെഷ്യൽ കാറ്റഗറി കുറച്ച് നമുക്ക് കസ്റ്റമേഴ്സിന് 2,000 രൂപ വരെ കോർപ്പറേറ്റ് ഓഫറും ഇതിനകത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഫ്രോൺസിന്റെ ടോട്ടൽ
ഡിസ്കൗണ്ട്? ടോട്ടൽ നമുക്ക് ഏകദേശം 37,000 രൂപ ഓഫർ കിട്ടുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫ്യൂൽ കൂപ്പൺ, ഗിഫ്റ്റ് ബോക്സ്, അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. അത് പ്രത്യേകിച്ച് പറയുന്നത് നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ലൊക്കേഷനിലുള്ളവർക്കാണ് നമുക്കിത് വരുന്നത്. നമ്മുടെ ഇത് ശരിക്കും ഷോറൂം വരുന്നത് പാലാരിവട്ടം നെക്സ്റ്റ് ആണ്. ഇതിന്റെ അണ്ടറിനകത്ത് വരുന്നത് നമുക്ക് ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, അതേപോലെ തന്നെ നമ്മുടെ ആലപ്പുഴയുടെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പം നമ്മളെ തന്നെ കോൺടാക്ട് ചെയ്തതിന് ശേഷം ഈ ഓഫേഴ്സ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ നമ്മൾ ഇതിനകത്ത് ഓരോ ലൊക്കേഷനിലുള്ള ആൾക്കാരെ നമ്പർ സ്പെസിഫൈ ചെയ്ത് നമ്മൾ കമൻ്റ് ആയിട്ട് പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്നെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ആ നമ്പറിലും കോൺടാക്ട് ചെയ്യാം. ആ സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷനിലുള്ളവർ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ. നിങ്ങളുടെ നിയർ ബൈ ആയിട്ടുള്ള തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾക്കൊക്കെ ആക്സസിബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അടുത്തായിട്ട് ഏതാണ്? ഓക്കെ, ബലേനോ നോക്കാമല്ലോ നമുക്ക്. ബലേനോയുടെ കറണ്ട് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മൺസൂൺ ഓഫേഴ്സ്. ബലേനോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഓരോ തവണ നമ്മൾ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മാസത്തെ ഓഫറുകൾ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്ത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് ഇതിന്റെ നമുക്ക് നിലവിൽ കിടക്കുന്നത് ആൽഫ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് നമുക്ക് ഓഫർ വരുമ്പോഴത്തേക്കും 40,000 രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട്, അതായത് കൺസ്യൂമർ ഓഫർ 40,000 രൂപ വരെ നമുക്ക് ബലേനോ ഓട്ടോമാറ്റിക്കിന് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൂടാതെ എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് 15,000 രൂപ വരെ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ കോർപ്പറേറ്റ് സ്പെഷ്യൽ കാറ്റഗറി കസ്റ്റമേഴ്സിന് നമുക്ക് കോർപ്പറേറ്റ് ഓഫർ 2,100 രൂപ വരെ ടോട്ടൽ കിട്ടും. അങ്ങനെ 57,100 രൂപ വരെ നമുക്ക് ഇതിൻ്റെ ഓഫർ അവൈലബിൾ ആണ്. ഇത് ഓട്ടോമാറ്റിക്കിനാണ്. 52,100 വരെയാണ് നമുക്ക് മാനുവലാകുമ്പോൾ കൺസ്യൂമർ ഓഫർ ചെറുതായിട്ട് കുറയും. കൺസ്യൂമർ ഓഫർ നമുക്ക് മാനുവലിൽ വരുന്നത് 35,000 രൂപയാണ്. 15,000 രൂപ എക്സ്ചേഞ്ച് ബോണസും പ്ലസ് 2,100 രൂപയുടെ കോർപ്പറേറ്റ് ഓഫറാണ് നമുക്ക് നിലവിൽ വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ വണ്ടികൾക്കെല്ലാം നമ്മൾ കോമൺ ആയിട്ട് വരുന്നതാണ് ഈ പറഞ്ഞ ഫ്യൂൽ കൂപ്പണും ബാക്കിയുള്ള ഓഫേഴ്സ് എല്ലാം എല്ലാത്തിനും നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് മാത്രം എക്സ്ട്രാ ആയിട്ട് നമുക്ക് വാറന്റിയും കൂടി വരുന്നുണ്ട്. നമുക്കിപ്പോൾ അത്യാവശ്യം നല്ല ഇപ്പോൾ നമ്മൾ ഗ്രാൻഡ് വിറ്റാര എടുത്ത് നോക്കുമ്പോഴത്തേക്കും കൂടുതലും ബിസിനസ് ക്ലാസ് പേഴ്സൺസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അവർക്ക് ട്രാവലിംഗ് കൂടുതലായിരിക്കും. അവർക്ക് മൈലേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ട്രാവലിംഗ് നോക്കിയിട്ടാണ്. പക്ഷെ നമ്മൾ മൈലേജിനകത്ത് കോംപ്രമൈസ് ചെയ്യാതെ തന്നെ വണ്ടികൾക്ക് അത്യാവശ്യം വാറണ്ടി നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. 1 lakh കിലോമീറ്റർ വരെ നമുക്ക് വാറണ്ടി വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് ബാറ്ററി, അതായത് ഫുള്ളി ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ അഡീഷണൽ ഒരു ബാറ്ററി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ബാറ്ററി വാറണ്ടി 8 വർഷം അല്ലെങ്കിൽ 1.5 ലക്ഷം കിലോമീറ്റർ ബാറ്ററി വാറണ്ടിയും കൂടി നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഓഫേഴ്സ് പറഞ്ഞു. ഇനി ഇപ്പം നമുക്ക് അറിയണമെന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും റെഡി ക്യാഷ് തന്ന് വണ്ടി എടുക്കുന്നവരായിരിക്കത്തില്ല. എല്ലാവർക്കും അറിയേണ്ട EMI സൈഡ് നമുക്ക് അറിയണം. അപ്പോൾ നമ്മുടെ ഇപ്പം നെക്സയിൽ വന്നിട്ട് വണ്ടി എടുക്കുമ്പോൾ തന്നെ മാക്സിമം ഒരാളുടെ പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്ത് എത്ര വരെ ലോൺ കയറും? നമുക്ക് പ്രൊഫൈൽ എന്നുള്ളത് നമുക്ക് ആദ്യം സിബിൽ സ്കോർ ആണ് ഒരു ഇത്. സിബിൽ സ്കോർ അത്യാവശ്യം ഉള്ളവരാണെങ്കിൽ ഏത് കാറ്റഗറി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. സിബിൽ സ്കോർ ആണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. അപ്പോൾ നമുക്ക് 3 കാറ്റഗറി ഓഫ് ബാങ്കുമായിട്ട് നമുക്ക് മാരുതി നെക്സയുടെ ഫിനാൻസിന് ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് നാഷണലൈസ്ഡ് ബാങ്ക് ആയിട്ടുള്ള SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതേമാതിരി തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യ വരുന്നുണ്ട്, ബാങ്ക് ഓഫ് ബറോഡ വരുന്നുണ്ട്. അങ്ങനെ നാഷണലൈസ്ഡ് ബാങ്ക് ആയിട്ടുള്ള എല്ലാ ബാങ്കുകളായിട്ട് നമുക്ക് ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് പ്രൈവറ്റ് ബാങ്ക്സ് ആണ്. പ്രൈവറ്റ് ബാങ്ക്സ് വരുന്നത് HDFC, ICICI അങ്ങനത്തെ ബാങ്കുകളെല്ലാം പ്രൈവറ്റ് ബാങ്കിൽ വരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ നമുക്ക് പ്രൊഫൈൽ ഇച്ചിരി കുറവാണ് എന്ന് തോന്നുന്നവരാണെങ്കിൽ അവരും പേടിക്കേണ്ട, അവർക്ക് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ NBFCs ആണ്, നോൺ ബാങ്കിങ് ഫിനാൻസിങ് കമ്പനികളാണ്. സുന്ദരം, കോട്ടാക് മഹേന്ദ്ര, മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര, ഇതെല്ലാം നമുക്ക് ഇത് ചെയ്യുന്നത്. ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഇവരെല്ലാവരുമായിട്ടും ടൈപ്പ് ഉണ്ട്. ഈ ബാങ്കുകൾ മാത്രമല്ല, ഒരുപാട് ബാങ്കുകളുണ്ട്. എല്ലാം പറഞ്ഞു തീരാൻ 20 മേളിലുണ്ട് ആക്ച്വലി. അതിൽ മേളിൽ ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഏതിൽ വേണമെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ വണ്ടി ഇറക്കി കൊടുക്കും. സിബിൽ സ്കോർ വേണം, ട്രാക്ക് റെക്കോർഡ് അത്യാവശ്യം ക്ലിയർ ആയിരിക്കണം എന്ന് മാത്രം. അങ്ങനെയുള്ളവർക്ക് എന്താണ് ലോ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് 7 വർഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. 7 വർഷം വരെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കുറേ ഓഫേഴ്സ് പറഞ്ഞു. ഇത് എല്ലാ വേരിയന്റിനും ആപ്ലിക്കബിൾ ആണോ? അല്ല, ഓരോ വേരിയൻസിനും ഓരോ ഓഫേഴ്സ് ആണ് വരുന്നത്. ഓഫർ ഉണ്ട്, എല്ലാ വേരിയൻസിലും ഓഫർ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷൻസ് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തായിട്ട് നമുക്ക് എല്ലാ വണ്ടികളുടെയും ഓൺ റോഡ് പ്രൈസ് എത്ര നോക്കാം. അല്ലെങ്കിൽ എക്സ് ഷോറൂം നോക്കിയിട്ട് വലിയ കാര്യം. ഓൺ റോഡ് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഗ്രാൻഡ് വിറ്റാര നമുക്ക് ബേസ് വേരിയന്റ് വരുന്നത് ഫുള്ളി ഹൈബ്രിഡ് അല്ല, സെമി ഹൈബ്രിഡ് ആയിരിക്കും. മാനുവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 13 ലക്ഷം രൂപ താഴെ നമുക്ക് ഓൺ റോഡ് വണ്ടി ഗ്രാൻഡ് വിറ്റാര സിഗ്മ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 13 മുതൽ ഇതിന്റെ ടോപ്പ് എൻഡ് വരുന്നത് ഒരു 24,90 വരെ നമുക്ക്
ടോപ്പ് എൻഡിൽ ഇറക്കാൻ പറ്റും. 25 തൊട്ട് താഴെ തൊട്ട് താഴെ നിൽക്കുകയും ചെയ്യും. 13 to 25 അതായത് ബേസ് തൊട്ട് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്ന ഫുൾ ഓപ്ഷൻ ഫുൾ വരെ ഓപ്ഷൻ വരെ ഇറക്കാൻ പറ്റും. അടുത്തത് ബലേനോ. ബലേന നമുക്കൊരു 750 മുതൽ സ്റ്റാർട്ടിങ് ഇറക്കാൻ പറ്റും. ബലേനയുടെ മാനുവലാണ്, സിഗ്മ വേരിയന്റ് ആണ്. 750 ഓഫർ കഴിഞ്ഞ് 750 മുതൽ സ്റ്റാർട്ടിങ് നമുക്ക് ഇറക്കാൻ പറ്റും. ഇതിന്റെ ടോപ്പ് എൻഡ് വരുന്നത് ഓട്ടോമാറ്റിക്കലാണ്, ആൽഫ വേരിയന്റ്. ടോപ്പ് എൻഡ് നമുക്ക് വരുമ്പോഴത്തേക്ക് ഒരു 1140 താഴെ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഫ്രോൺസിലാണ്. ഫ്രോൺസിന്റെ നമുക്ക് ഇതേപോലെ തന്നെ 2 എഞ്ചിൻ ഓപ്ഷൻ ആണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ 1.2 ലിറ്ററിന്റെ ബലേനയിലുള്ള സെയിം എഞ്ചിൻ വരുന്നുണ്ട്. അത് കൂടാതെ ബൂസ്റ്റ് ജെറ്റ് ആയിട്ട് 1 ലിറ്റർ ടർബോയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബേസ് വേരിയന്റ് നമുക്ക് ഇതിനകത്തൊരു 860, 870 ആ റേഞ്ചിനകത്ത് സ്റ്റാർട്ടിങ് ഇറക്കാൻ പറ്റും. ഫുൾ ഓപ്ഷൻ വരുമ്പോഴത്തേക്കും നമുക്കൊരു 1560 ആ റേഞ്ചിനകത്ത് ഫുൾ ഓപ്ഷൻ ഇറക്കാൻ പറ്റും. ഫുൾ ഓപ്ഷൻ പറയുന്നത് ഓട്ടോമാറ്റിക്കിന്റെ പ്രൈസ് ആണ്. അതിന്റെ പ്രൈസ് വേരിയേഷൻ ആണ് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ നമ്മൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഓരോ വേരിയന്റ് ഏത് വേരിയന്റ് ആണോ വേണ്ടത് അതിന്റെ ഓഫറും കാര്യങ്ങളും കഴിഞ്ഞിട്ടുള്ള പ്രൈസ് കോട്ട് ഒരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് അയക്കാവുന്ന നമ്മൾ അയച്ചു തരുന്നത്. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഈ വണ്ടികളുടെ CNG ഓപ്ഷന്റെയും കൂടെ ഒന്ന് പ്രൈസ് നോക്കാം അല്ലേ? അതെ, നമ്മൾ ഈ വണ്ടികളിലെല്ലാം തന്നെ നമുക്കിപ്പോൾ CNG ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇപ്പോൾ ബലേനോ എടുത്താലും ഫ്രോൺസ് എടുത്താലും ഗ്രാൻഡ് വിറ്റാര എടുത്താലും മൈലേജ് നമ്മൾ മാരുതി എടുക്കാൻ വരുന്നവർ മൈലേജ് ഒരു കൺസേൺ വരുന്നുണ്ട്. ഇപ്പോൾ പെട്രോളിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ മൈലേജ് വേണ്ടവർക്ക് CNG ഓപ്ഷൻസും വരുന്നുണ്ട്. അതായത് കമ്പനി ഫിറ്റഡ് ആയിട്ട് വരുന്ന CNG ഓപ്ഷൻസ് ആണ് വരുന്നത്. കമ്പനി ഫിറ്റഡ് വരുമ്പോഴത്തേക്കും വേറൊരു കാര്യം കൂടി ഇതിനകത്ത് കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് ഈ വണ്ടിയുടെ നമ്മുടെ ഷോക്കും അതായത് സസ്പെൻഷൻ സിസ്റ്റം തന്നെ ഒന്ന് മോഡിഫൈ ചെയ്താണ് വരുന്നത്. ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ റിജിഡ് ആയിരിക്കും. അതായത് വെയിറ്റ് ബാലൻസിന് വേണ്ടി ഒന്നുകൂടെ റിജിഡ് ആക്കിയിട്ടായിരിക്കും CNG വേരിയൻസ് എല്ലാം വരുന്നത്. അപ്പൊ CNG ഓപ്ഷൻ വേണ്ടവർക്ക് ഇപ്പൊ മൈലേജ് നോക്കുവാണെങ്കിൽ ഫ്രോൺസിലേക്ക് വരുമ്പോഴത്തേനും 28 കിലോമീറ്ററോളം മൈലേജ് വരും അല്ലെ CNGയില്. ബലേനോയ്ക്ക് എനിക്ക് ഏറ്റവും ടോപ്പ് നിൽക്കുന്നത് 30 കിലോമീറ്റർ മൈലേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാൻഡ് വിറ്റാറയിലോട്ട് വരുമ്പോഴത്തേനും നമുക്ക് 26.6 ഏകദേശം നമ്മുടെ ഹൈബ്രിഡ് പറഞ്ഞതിന്റെ ഏകദേശം അടുത്തടുപ്പിച്ചുള്ള ഒരു മൈലേജ് നമുക്ക് ഹൈബ്രിഡ് എടുക്കണ്ട എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും CNG ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ്, മൈലേജ് കിട്ടുന്നതാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ എന്താണ് ഓഫേഴ്സ്. അതുപോലെ തന്നെ CNGയിൽ ഇടുന്ന മൈലേജ് നമ്മൾ സെപ്പറേറ്റ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞെന്നുള്ളൂ. കാരണം നമ്മൾ ആദ്യം പറഞ്ഞ നോർമൽ എഞ്ചിന്റെ ആണല്ലോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ മൺസൂൺ ഓഫേഴ്സ് അല്ലേ? അപ്പൊ എന്തായാലും ചേട്ടൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു ഓപ്ഷൻ ഏത് വണ്ടിയുടെ ഏത് വേരിയന്റ് ആണ് അതിന്റെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയേണ്ട മറ്റു കാര്യങ്ങളുണ്ടല്ലോ, അത് പ്രൈസ് അതിലും ഇനി എന്തെങ്കിലും ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണോ നിങ്ങളുടെ ഏരിയയിൽ, ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ ഇടുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ട് വിളിക്കാം, എൻക്വയറി എടുക്കാൻ, ടെസ്റ്റ് ഡ്രൈവ് നടക്കാൻ, ഇഷ്ടപ്പെട്ടെങ്കിൽ വണ്ടി ഉടനെ സ്വന്തമാക്കാം. കാരണം ഓഫേഴ്സ് എന്തുവരെ ഉണ്ട് ചേട്ടാ? ഓഫേഴ്സ് ഈ മാസം 31-ാം തീയതിക്ക് മുമ്പ് ബില്ലടിക്കുന്ന എല്ലാ വണ്ടികൾക്കും നമുക്ക് ഓഫേഴ്സ് കൊടുക്കാം. ജൂൺ 31. ഓക്കെ, അപ്പൊ അന്ന് വരെയാണ് ഓഫേഴ്സ് ഉള്ളത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളുടെ നെക്സലിൽ നിന്ന് വണ്ടി എടുക്കാനായിട്ട് ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. കാര്യം അവർക്കൊന്ന് ഉപകാരപ്പെടട്ടെ. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ ബൈ.